ചൂടേറിയ ചർച്ചകളും സംവാദങ്ങളും വിമർശനങ്ങളും കൊണ്ട് സംഭവബഹുലമായ CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. അവസാന ദിവസം പോലും പുതിയ ജില്ലാ സെക്രട്ടറി ആരെന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ്. ചേരിപ്പോരൊഴിവാക്കി സമ്മേളനം പൂർത്തിയാക്കാനാണ് സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നത്. നന്ദുഷ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദുഷ, വലിയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ കണ്ട വലിയ പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ സംഭവ വികാസങ്ങളിലൊക്കെ വലിയ ചർച്ചയായ ഒരു സമ്മേളന കാലയളവ് കഴിയുമ്പോൾ നേതൃമാറ്റം ഉറപ്പാണ്. ഇപ്പോൾ രാജു എബ്രഹാമിന്റെ പേരാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതെങ്കിലും മറ്റു പേരുകൾ സജീവമായുണ്ട്. അപ്പോൾ ആ ഒരു പേരിലേക്ക് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. എന്തായാലും ഏകപക്ഷീയമായ ഒരു തെരഞ്ഞെടുപ്പല്ല അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു ചേരിപ്പോരൊഴിവാക്കി ഒരു മത്സരം ഒഴിവാക്കി ഒരു ആളെ സെക്രട്ടറി ആക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എന്തായാലും എത്തിയിരിക്കുന്നത്. അതിലാർക്ക് മുൻതൂക്കം എന്നാണ് ഇനി കണ്ടറിയേണ്ടത്, അല്ലേ? തീർച്ചയായും ജിൽസി, ഇതുവരെ പൂർത്തിയായ 3 ജില്ലാ സമ്മേളനങ്ങളുണ്ട്. കൊല്ലം, തിരുവനന്തപുരം, വയനാട്. അതിനുശേഷമാണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനം ആരംഭിച്ചത്. പക്ഷേ ഇതുവരെ നടന്ന സമ്മേളനങ്ങളിൽ ഏറ്റവും സംഭവബഹുലമായ സമ്മേളനം പത്തനംതിട്ട ജില്ലാ സമ്മേളനം തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാര്യം സംസ്ഥാനത്തെ CPMനെ പ്രതിസന്ധിയിലാക്കിയ നിരവധി വിഷയങ്ങൾ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു കഴിഞ്ഞ കുറച്ച് കാലയളവിൽ. ആ വിഷയങ്ങളെല്ലാം തന്നെ ഇടകീറി പരിശോധിക്കുന്ന ഒരു പൊതു ചർച്ചയായിരുന്നു പ്രതിനിധികൾ നടത്തിയത്. അതോടൊപ്പം അതിന് ചർച്ച പ്രതിനിധികൾ നടത്തിയതിനുപരിയായിട്ട് അതിന് മറുപടി പ്രസംഗം കൊടുക്കുമ്പോൾ മറുപടി പ്രസംഗത്തിൽ പോലും ഗോവിന്ദൻ മാഷ് പ്രതിനിധികളെ വിമർശിച്ചും തിരിച്ചു വിമർശനം കേട്ടുമൊക്കെ വളരെ ജനാധിപത്യപരമായ ഒരു സമ്മേളനമാണ് പത്തനംതിട്ടയിൽ നടന്നതെന്ന് നിസ്സംശയം പറയാം. നവീൻ ബാബു വിഷയം, അതോടൊപ്പം തോമസ് ഐസക്കിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയം, മന്ത്രി വീണ ജോർജിന്റെ പ്രവർത്തനത്തെ വിലയിരുത്തൽ, അതോടൊപ്പം വിവിധ ഏരിയ കമ്മിറ്റികൾ തമ്മിലുള്ള ചേരിപ്പോര്, ഇതെല്ലാം പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ചയായി. ഇന്നലെയൊക്കെ വളരെ രസകരമായ ഒരു വിമർശനമൊക്കെ ഉയർന്നു വന്നിരുന്നു. അടൂരിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് അല്ലെങ്കിൽ അടൂരിൽ നിന്നുള്ള പാർട്ടിക്കാർക്ക് വർഗ്ഗബഹുജന സംഘടനകളിലും പാർട്ടിയിലും തലപ്പത്തേക്ക് എത്താനുള്ള പരിഗണന അധികം നൽകുന്നു. എന്നാൽ ബാക്കിയുള്ള ഏരിയ കമ്മിറ്റിക്ക് ആ പരിഗണന ലഭിക്കുന്നില്ല എന്നതടക്കം ഒരു വിമർശനം ഉയർന്നു. പത്തനംതിട്ട ജില്ലാ സമ്മേളനം എന്നുള്ളത് പേര് മാറ്റി അടൂർ ജില്ലാ സമ്മേളനം എന്നാക്കണമെന്ന് പോലും പ്രതിനിധികൾ പരിഹസിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി സമ്മേളനത്തിൽ. ആ സമയത്തൊക്കെ സംസ്ഥാന സെക്രട്ടറി കുലുങ്ങിച്ചിരിക്കുകയായിരുന്നു എന്നാണ് അകത്തു നിന്ന് ലഭിച്ച വിവരം. ഏതായാലും വളരെ സംഭവബഹുലമായ ഈ ഒരു സമ്മേളനത്തെ ഏതാണ്ട് പര്യവസാനത്തിലേക്ക് കടക്കുകയാണ്. ജില്ലാ സെക്രട്ടറി ആരെന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. രാജു എബ്രഹാമിന്റെ പേരാണ് കൂടുതലും ഉയർന്നു കേൾക്കുന്നതെങ്കിൽ പോലും പ്രബല വിഭാഗങ്ങൾ അവരുടെ ശക്തിയോടെ തുടരുകയാണ്. ആർ സനൽകുമാർ, TD ബൈജു, ഹർഷകുമാർ എന്നിവരുടെ നിരയും അതിശക്തമായി തന്നെ തുടരുന്നുണ്ട്. ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ജില്ലാ സെക്രട്ടറി എന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വന്ന വിവരം. എന്നാൽ രാജു എബ്രഹാമിന് തന്നെയാണ് മുൻതൂക്കം. കാരണം മറ്റു വിഭാഗങ്ങളിൽ നിന്ന് ആരെങ്കിലും, മറ്റ് പ്രബല വിഭാഗങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ജില്ലാ സെക്രട്ടറിയായി തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ജില്ലാ സമ്മേളനം ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് രാജു എബ്രഹാമിന് തന്നെയാണ് മുൻഗണന കൊടുക്കാൻ സാധ്യത. ഏതായാലും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാതെ തന്നെ രമ്യമായ രീതിയിൽ ഒരു പുതിയ ജില്ലാ സെക്രട്ടറിയെ കണ്ടെത്താനാണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന്റെ ലക്ഷ്യം. അവസാന ദിവസമായ ഇന്നും ആരായിരിക്കും ആ ജില്ലാ സെക്രട്ടറി, പുതിയ സെക്രട്ടറി എന്നുള്ള കാര്യത്തിൽ സസ്പെൻസ് തുടരുക തന്നെയാണ് നേതൃത്വം. വിവരങ്ങളാണ് നന്ദുഷ നൽകിയത്.